ദേശീയ പൗരത്വ നിയമം 7 ദിവസത്തിനകം രാജ്യത്ത് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ. പശ്ചിമബംഗാളിൽ BJPയുടെ റാലിക്കിടയിലാണ് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. പശ്ചിമബംഗാളിൽ മാത്രമല്ല, രാജ്യത്തുടനീളം നിയമം നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സൗത്ത് 24 പർഗാനാസിലെ കാക്ദ്വീപിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രസ്താവന. രാമക്ഷേത്രം ഇതിനകം അനാച്ഛാദനം ചെയ്തു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ CAA പ്രാബല്യത്തിൽ വരും. ഈ ഉറപ്പോടെയാണ് ഞാനിന്ന് വേദി വിടുന്നത്. പശ്ചിമബംഗാൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും CAA പ്രാബല്യത്തിൽ വരും, മന്ത്രി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ ഇന്ത്യയിൽ കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണത്. പാർലമെന്റ് പാസാക്കിയ നിയമമാണെങ്കിലും കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാത്തതിനാൽ നടപ്പാക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലില്ലാതെ CAA പ്രകാരം അപേക്ഷിക്കാൻ യോഗ്യരായവരെ സഹായിക്കാനാണ് പോർട്ടലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. CAA ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമല്ലാത്തതിനാൽ അവരുടെ അവകാശങ്ങൾ കവരില്ല എന്നും വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 1955-ലെ പൗരത്വ നിയമം CAA വിരുദ്ധമാക്കില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ 2019 ഡിസംബറിൽ പാർലമെന്റ് CAA പാസാക്കുകയും തുടർന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തതിനു ശേഷം നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു. അതേസമയം CAA നടപ്പാക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. CAA രാജ്യത്തെ നിയമമാണെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഷാ ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു പശ്ചിമബംഗാളിൽ CAA നടപ്പിലാക്കുക എന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.